KSRTCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വണ്ടികൾ, ഇന്ന് ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും സൗകര്യമുള്ള വണ്ടികൾ, അത് മുതൽ ഗ്രാമപ്രദേശങ്ങൾ ഓടുന്ന ചെറിയ ബസ്സുകളടക്കമുള്ള മുഴുവൻ വേണ്ട 100-150 വണ്ടികളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 21-ാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്യും. 22 മുതൽ നടക്കുന്ന KSRTC എക്സ്പോ, കനകക്കുന്ന് കൊട്ടാരത്തിൽ നടക്കുന്ന എക്സ്പോ, എല്ലാ മാധ്യമങ്ങളും പങ്കെടുക്കണം, എല്ലാവരും വരണം, സകുടുംബം കുഞ്ഞുങ്ങളുമായി എല്ലാവരും വരണം. KSRTCയുടെ മുഴുവൻ വാഹനങ്ങൾ കാണാം, മറ്റു വാഹനങ്ങളും കാണാം. KSRTC മാത്രമല്ല, കാറുകൾ, പിന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കാറ് മുതൽ ഏറ്റവും സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറ് വരെയുള്ള വാഹനങ്ങളുടെ ഞങ്ങൾ റോൾസ് റോയ്സിനെ വരെ വിളിച്ചിട്ടുണ്ട് പ്രദർശനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു കാഴ്ചയായിരിക്കും. കലാപരിപാടികളൊക്കെ നടക്കുന്ന ഒരു എക്സ്പോ 22-ാം തീയതി രാവിലെ വെള്ളിയാഴ്ച രാവിലെ കനകക്കുന്നിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. അത് KSRTCയുടെ ചരിത്രത്തിലെ ഒരു പുതിയ തുടക്കമായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും. ഒരു പുതിയ തുടക്കമായിരിക്കും. കാരണം അങ്ങ് ഏറ്റവും കൂടിയ എയർ കണ്ടീഷൻ വണ്ടി മുതൽ ഇവിടെ സാധാരണ ഓടുന്ന ഡീലക്സ് ബസ് എല്ലാം മാറുകയാണ്. സാധാരണ പോകുന്ന ഡീലക്സ് എല്ലാം എയർ കണ്ടീഷൻ വണ്ടികളാണ്. സ്ലീപ്പറും സെമി സ്ലീപ്പറും എല്ലാ സൗകര്യമുള്ള വണ്ടികൾ മുതൽ ഗ്രാമപ്രദേശത്ത് ഓടുന്ന ചെറിയ വണ്ടികൾ വരെ ഒരു വലിയ, ഇതുവരെ KSRTC ചരിത്രത്തിലുണ്ടാവാത്ത ഒരു പുതിയ ഫ്ലീറ്റുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഒരു സംഖ്യ വണ്ടി. 140-150 വണ്ടി ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. 340 വണ്ടിയാണ് മൊത്തം KSRTC 6 മാസത്തിനുള്ളിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടി വാങ്ങാൻ സർക്കാർ 108 കോടി രൂപയാണ് മാറ്റിവെച്ചത്. വളരെ അഭിമാനത്തോടെ പറയാം, ധനകാര്യ വകുപ്പിൽ നിന്ന് 108 കോടി രൂപയ്ക്കും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട് വണ്ടി വാങ്ങുന്നവർക്ക്. അല്ലെങ്കിൽ അതിനുവേണ്ടി നടക്കാൻ അത് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടി വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ കമ്പനിക്കാർക്ക് പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും. ഓൾവോയുടെ അടക്കം ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി ഓൾവോ തുടങ്ങി ചെറിയ മിനി ബസ് വരെയുള്ള ഒരു വലിയൊരു